2026 ഓഗസ്റ്റ് 9 ഞായറാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദരവും അംഗീകാരങ്ങളും തേടിയെത്തും. തൊഴിൽ സംബന്ധമായി സാമ്പത്തിക നേട്ടവും പുതിയ ആനുകൂല്യങ്ങളും വർദ്ധിക്കുവാനും സാധിക്കും. കർമ്മരംഗത്ത് മികച്ച ഉന്നതി പ്രതീക്ഷിക്കാവുന്ന ദിനമാണ്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവർക്ക് സേവന മികവിന് സർക്കാരിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ അംഗീകാരവും സമ്മാനങ്ങളും ലഭിക്കും. ബിസിനസ്സിൽ ഏർപ്പെടുന്നവർക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ആഗ്രഹിക്കുന്ന തൊഴിൽ കൈവരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയത്തിലെത്തും. ദീർഘകാല അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടും. ഉന്നത വ്യക്തികളിൽ നിന്ന് ഉപഹാരങ്ങൾ ലഭിക്കുവാനും ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാകുവാനും യോഗമുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന ഭാഗം, പൂയം ആയില്യം. ഓഹരി നിക്ഷേപങ്ങളിലും ധനകാര്യങ്ങളിലും ഇടപാടുകളിലും അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ്. സംഭാഷണങ്ങളിൽ സൂക്ഷ്മതയും മിതത്വവും പുലർത്തുന്നത് അനാവശ്യ പ്രയാസങ്ങളും തടസ്സങ്ങളും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുവാനും സഹായിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ജീവിത നിലവാരം ഗണ്യമായി ഉയരും. ഭവനത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കും. പുതിയ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ അനുകൂല സാഹചര്യം ഒരുങ്ങും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ഉദ്യോഗ കയറ്റത്തിനും പദവി ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി സമൂഹത്തിൽ ആദരവ് നേടും. രാഷ്ട്രീയ പ്രവർത്തകർ നേതൃത്വത്തിലേക്ക് ഉയർത്തപ്പെടും. തുലോം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കാര്യങ്ങൾ ക്ഷമയോടെയുള്ള സമീപനം ആവശ്യമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള ആസൂത്രണങ്ങൾ നടത്തിയേക്കാം. താൽക്കാലിക തടസ്സങ്ങളെ പുനരാലോചനകൾ നടത്തി അതിജീവിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ആഹാരക്രമത്തിലും ഭക്ഷണ ശുചിത്വത്തിലും പ്രത്യേക ശ്രദ്ധ നൽകുക. കുടുംബത്തിലെ സംഭാഷണങ്ങളിൽ സൗമ്യത നിലനിർത്തുന്നത് ശാന്തതയും ഐക്യവും നൽകും. മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്തുന്നത് പ്രാർത്ഥനകൾ സഹായിക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വഴിമാറും. സമൂഹത്തിൽ ധനവും പ്രശസ്തിയും വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും മികച്ച നേതൃപാഠവും പ്രകടിപ്പിക്കുവാൻ സാധിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഭൂമി വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. എതിർപ്പുകളെ തന്ത്രപരമായി പരാജയപ്പെടുത്തുവാൻ സാധിക്കും. സുപ്രധാന രേഖകളും പ്രമാണങ്ങളും കൈവശം വന്നു ചേരും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ദൂരദേശത്ത് കഴിയുന്ന സന്താനങ്ങൾ ഭവനത്തിൽ തിരിച്ചെത്തുവാൻ സാഹചര്യമൊരുങ്ങും. ഭക്ഷണ കാര്യങ്ങളിൽ തികഞ്ഞ ശുചിത്വവും മിതത്വവും പാലിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സാമ്പത്തിക കാര്യങ്ങളിലും കൂട്ടുകെട്ടുകളിലും അതീവ ജാഗ്രത പുലർത്തുക. വിവേകത്തോടെയുള്ള തീരുമാനങ്ങൾ വലിയ ആപത്തുകളിൽ നിന്നും സംരക്ഷിക്കും. ആരോഗ്യത്തിനും കുടുംബ സമാധാനത്തിനും മുൻഗണന നൽകുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.